ചിട്ടയുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇവിടെ നിന്ന് നൂറ്റിയാറ് വെള്ളം വരെ നീർന്നുള്ളൂ. ആ ചിട്ടയിലോട്ട് വെള്ളം അടിക്കും. നമ്മളത് പറയുമ്പോൾ അവർ പറഞ്ഞു അവിടെ എല്ലാം വെള്ളം കൂടുതൽ. രാവിലെ തന്നെ കടവിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. ചെന്നോടി നോക്കിയപ്പോഴത്തേക്കല്ലേ മനസ്സിലായത് അവിടെ ഒരു പള്ളിയോടെ മറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് നേരെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എല്ലാവരും. പക്ഷേ ആൾക്കാരൊക്കെ കുറവാണ്. ഇനി ആൾക്കാരൊക്കെ വന്നാലേ അത് എടുത്ത് നേരെ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ ഇന്ന് ബ്രഹ്മയാമത്തിൽ എഴുന്നേറ്റില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, അങ്ങ് ഉറങ്ങിപ്പോയി. 6 മണി 6:15 ആയി എഴുന്നേറ്റപ്പം. അപ്പം ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല. പല്ലൊക്കെ തേച്ച് ഓടിപ്പോയി ചായയൊക്കെ കുടിച്ച് അന്നേരമാണ് ഈ ശബ്ദം കേട്ടത്. ഓടി അങ്ങോട്ടങ്ങ് പോയിട്ടാ. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ദേണ്ട അവിടെ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് ചട്ടി ഉണ്ടായിരുന്നു. അത് പകുതിയേ ഉള്ളൂ. അതിൻ്റെ താഴത്തെ ഭാഗം എന്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനകത്ത് കുറേ നമ്മുടെ മുക്കുറ്റി കിളിച്ച് വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അത് കൊണ്ട് ഇവിടെ വെച്ചു. ഇനി അത് പറിച്ചൊന്നും നടന്നില്ല. നമുക്ക് വെള്ളം ഒഴിച്ച് അതിനെ വളർത്താം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിന് മുമ്പ് ആ കാറ്റിൽ കുറേ ഓമയ്ക്കയൊക്കെ വീണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓമയ്ക്കയും കുറേ പാവയ്ക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പാവയ്ക്ക ഇവിടുത്തെ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഉണക്കാമെന്ന് വെച്ച്. ഈ ഓമയ്ക്ക നമ്മൾ കൊണ്ടാട്ടം ചെയ്യും കേട്ടോ. ഈ പാവയ്ക്ക കൊണ്ടാട്ടം ചെയ്യുന്നത് പോലെ തന്നെ ഇതും നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞ് കുരു ഒന്നും കളയത്തില്ല. കുരുവും കളയത്തില്ല, അതിൻ്റെ തൊലിയും കളയത്തില്ല കേട്ടോ. എല്ലാ ഭാഗവും എടുക്കും. നമ്മളത് ആദ്യമേ എല്ലാം കറയൊക്കെ ചെത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓമയ്ക്കാണ്. അത് 4, 5, 6 കഷ്ണമായിട്ട് നമ്മൾ നേരെയായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് നമ്മൾ ആ മിഷ്യൻ വെച്ച് നമ്മൾ ചിപ്സൊക്കെ അരിയുന്നത് പോലെ നൈസായിട്ട് അങ്ങോട്ട് അരിയണം. കുരു ഉൾപ്പെടെ എല്ലാം ഇടാം. എന്നിട്ട് കുറേ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കൊണ്ടാട്ടത്തിനിടുന്നത് പോലെ തന്നെ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ എല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കത് വെക്കാം. എന്നിട്ട് നമുക്ക് വെയിലത്ത് വലിയ പ്ലേറ്റിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്തോ നിരത്തി അങ്ങോട്ട് ഉണക്കാനിടാം. ഇതുപോലെ തന്നെ അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് പുഴുങ്ങി ഉണക്കി എടുക്കാറുണ്ട്. അപ്പോൾ മഴക്കോളം ഉണ്ട് കേട്ടോ, വെയിലുണ്ടെങ്കിൽ. ഞാനപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് അടുക്കളയിലോട്ട് കയറി. പിന്നെയാണ് ഞാൻ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ. രാവിലെ പുട്ടായിരുന്നു, പുട്ടും പഴവും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ കഴിഞ്ഞു. അപ്പോൾ പാവയ്ക്ക ഉണക്കാൻ വേണ്ടി ആണ് എടുത്തത്. പക്ഷേ വെയിലില്ല കേട്ടോ. നമ്മൾ അതും ഇതും കൂടെ നോക്കാൻ പറ്റുന്നതല്ല. വെയിലില്ലെങ്കിൽ അത് വെറുതെ ചീത്തയാക്കി കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ. ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്ത്. അപ്പുറത്തെ അടുപ്പിൽ ചോറും ആയിട്ടുണ്ട് ഗ്യാസിൽ. അപ്പോൾ കുക്കറിനകത്ത് വെച്ചെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ വെള്ളമൊക്കെ നിറച്ചൊഴിച്ച് ഞാൻ തിളപ്പിച്ചിട്ടേ ഊറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ കുക്കറിൻ്റെ ആ വെള്ളമയം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, കുഴഞ്ഞിരിക്കും ചോറ്. അപ്പോൾ ചോറ് ഊറ്റി പാവയ്ക്ക നമ്മൾ എണ്ണയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്ത്. അപ്പോൾ ഇനി ഒരു മത്തങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചിയുടെ മോള് തന്നെയാണ്. അവരെ വീട്ടിൽ തന്നെ പിടിച്ച മത്തങ്ങയാണ്, പിഞ്ച് മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കുരുവൊന്നും കളയണ്ട, അതിൻ്റെ തൊലിയൊന്നും കളയാതെ നല്ലതുപോലെ കഴുകി നമ്മൾ അത് നല്ലതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ അതിന് മുമ്പ് തന്നെ മത്തങ്ങയുടെ ഇലയുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇലയും എടുത്തോളൂ, കുറച്ച് ഇല മാറ്റി വെച്ചേട്ടോ. നല്ല പിഞ്ചില നോക്കി നല്ലതുപോലെ അരിഞ്ഞങ്ങോട്ട് വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് നവനീതിൻ്റെ പഞ്ചവാദ്യം പഠിപ്പിക്കുന്നുണ്ട് അവൻ. അപ്പോൾ ഈ പ്രാവശ്യം വെണ്ണിക്കുളം എന്നും പറഞ്ഞ് അവിടുത്തെ ഒരു സ്കൂളിൽ കലോത്സവത്തിന് വേണ്ടി അവിടുത്തെ പ്രിൻസിപ്പാൾ വിളിപ്പിച്ച് അവനെ പിള്ളേരെ പഠിപ്പിക്കാവോ എന്ന് പറഞ്ഞു. അങ്ങനെ 7-8 പിള്ളേർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് 2-3 ഏത്തയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ പഴംപൊരിയും ചെയ്തു. പിന്നെ വെള്ളമൊക്കെ കൊടുത്തു, പിന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അപ്പോൾ അതും പരിപാടി കഴിഞ്ഞു. ആ പിള്ളേർക്ക് കൊടുത്തേ. പിന്നെ എന്നിട്ട് നമ്മൾ മത്തങ്ങ എല്ലാം അരിഞ്ഞെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും കൂടാണ് കടുക് വറുത്തത്. പിന്നെ ജീരകമൊന്നും ഇട്ടില്ല, വെളുത്തുള്ളി ഒന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ എന്നിട്ട് എല്ലാം കൂടെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ച്. അതിന് ഈ മത്തങ്ങ ഇലയ്ക്ക് ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പോൾ നല്ലപോലെ വെന്താലേ കൊള്ളാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങ എല്ലാം കൂടെ തിരുമ്മി നല്ലതുപോലെ ചേർത്ത് തോരനാക്കി. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ മത്തങ്ങയാണ് കേട്ടോ.
മത്തങ്ങ നല്ല പിഞ്ചായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കുരുവും അതിനകത്തുള്ള സാധനമൊന്നും എടുത്ത് കളയത്തില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തങ്ങ. ഈ പിഞ്ച് മത്തങ്ങയാണ്, അതും വളമൊന്നും ചേർക്കാത്ത നമ്മുടെ വീട്ടിലെയാണ്. അപ്പോൾ നല്ല സൂപ്പറാണ്. ചൂടോടെ കഴിക്കണം കേട്ടോ. പിന്നെ ഇതിന് ഇച്ചിരി ഗ്യാസിൻ്റെ ഒക്കെ ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ കായം കുറേ ചേർക്കാറ്. കായം ചേർത്താലും നമുക്ക് വയറുവേദനയും ഗ്യാസൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ അത് നല്ല വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു. എന്നിട്ട് ഞാൻ കാന്താരി പറിച്ചുകൊണ്ട് വന്നേ. കുറേ കാന്താരി, ഒരു നല്ല എരിവ് വേണം കേട്ടോ, അല്ലെങ്കിൽ കൊള്ളത്തില്ല. 10-15 കാന്താരി ഉണ്ടായിരുന്നു. അതും ഇടിച്ചിട്ട് അതിൻ്റെ കൂടെ മത്തങ്ങ കഴുകിയും കൂടെ ഇട്ടു. എന്നിട്ട് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും കൂടെ കടുക് വറുത്തതിന് ശേഷം കായും അതിനകത്ത് ഇട്ട് കേട്ടോ. എണ്ണയ്ക്കകത്ത് കായപ്പൊടി ഇടുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ എല്ലാം കൂടെ മത്തങ്ങ എല്ലാം കൂടെ ഇട്ട് ചെറിയ തീയിൽ, വെള്ളമൊന്നും ഒഴിക്കണ്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കണം. വേണമെങ്കിൽ വെന്തില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ വെള്ളത്തിൻ്റെ ആ വെള്ളം ഒഴിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. ആ കായത്തിൻ്റെയും ആ വറ്റൽമുളകിൻ്റെയും പിന്നെ ആ കാന്താരിയുടെയൊക്കെ എരിവും ആ മണമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചൂടോടാണെങ്കിൽ എല്ലാവരും കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ മത്തങ്ങ ഇലയുടെ തോരനും ഒക്കെ റെഡിയായി. അപ്പോൾ എനിക്കിന്ന് കടയിൽ പോകണം, എനിക്കിന്ന് അവധിദിനം. അപ്പോൾ ചോറ് വിളമ്പി, പിന്നെ തോരൻ വിളമ്പി, പിന്നെ നമ്മുടെ മത്തങ്ങ വെള്ളവും കൂടെ ഇച്ചിരി ഒഴിച്ച്, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി കുറച്ചുണ്ടായിരുന്നു അതുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ ചേന പുഴുങ്ങിയതും കാന്താരി ഉടച്ചതുമായിരുന്നു, അതും കൂടെ ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് ഞാൻ കഴിച്ച് ഞങ്ങൾ കടയിൽ പോകുകയാണ്. അമ്പലത്തിൽ പോകണമെന്നാണ് ചെങ്ങന്നൂർ. ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.